heart. തന്റെ ഹൃദയത്തിന്റെ ആഴത്തുനിന്ന് കർത്താവിന് നന്ദി പറയും. And taken the fishes home. വീട്ടിലേക്ക് ഈ മീനുമായിട്ട് പോകും. That should have happened normally. ഇതായിരുന്നു സാധാരണ രൂപത്തിലാണെങ്കിൽ സംഭവിക്കേണ്ടിയിരുന്നത്. Probably if this comes to you, we would have done like that. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ നമ്മൾ മിക്കവാറും ഇങ്ങനെ ചെയ്യും. The next day we will go and testify in the church. We gave our boat. We got 2 boats full of fish. പിന്നെ പ്രാവശ്യം സഭയിൽ ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ കൃത്യമായിട്ട് എഴുന്നേറ്റ് പറയും, ഞാൻ കേവലം ഒരു ബോട്ട് കൊടുത്തേ ഉള്ളൂ, പക്ഷേ 2 വള്ളം നിറയെ മീൻ യേശുവിലേക്ക് മടക്കി തന്നു. It looks very normal for people to do that. ഇത് സാധാരണയായി സംഭവിക്കുന്ന കാര്യമാണ്. But what did Peter do? എന്നാൽ പത്രോസ് ചെയ്തത് എന്താണ്? When he saw the 2 boats full of fish, ഈ 2 വള്ളം നിറയെ മീൻ അദ്ദേഹം കണ്ടപ്പോൾ, and he saw Jesus, യേശുവിനെ നോക്കി, he made a decision. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. I will follow him. I will not take any of these things. ഈ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, ഞാൻ യേശുവിനെ അനുഗമിക്കുമെന്ന് തീരുമാനം. It says they left everything and followed him. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു. When he was given a choice to choose between God and mammon, ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിന്റെ അവസരം പത്രോസിന് ലഭിച്ചിരിക്കുകയാണ്. മീൻ വേണോ അതോ യേശുവിനെ വേണോ? അത് അദ്ദേഹം തിരഞ്ഞെടുത്തത് കർത്താവിനെ തന്നെയാണ്. he chose God. He chose Jesus. ദൈവത്തെ തിരഞ്ഞെടുത്തു, യേശുവിനെ. Jesus said, യേശു പറഞ്ഞു, you cannot serve 2 masters. നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയില്ല. Even if you try, you cannot serve 2 masters. നിങ്ങൾ ശ്രമിച്ചാലും സാധിക്കാത്ത കാര്യമാണ്. Most of us would have done, we can take this because it is only Jesus who gave that. I will take that, and I will also become very prosperous businessman, and I will also love Jesus and follow him. നമ്മൾ ആരെന്തെങ്കിലും പറഞ്ഞേനെ, ഇത് കർത്താവ് തന്നതല്ലേ, ഉപേക്ഷിക്കേണ്ട കാര്യം എന്താ? മീനടി എടുക്കാം, നല്ല പണക്കാരനാകാം, എന്നിട്ട് കർത്താവിനെ സേവിക്കുകയും ചെയ്യാം. We will try to serve both masters. ഈ 2 യജമാനന്മാരെ സേവിക്കാൻ വേണ്ടി എന്തെങ്കിലും പദ്ധതി ഉണ്ടോ നമ്മൾ അന്വേഷിക്കുമായി. Jesus did not say you should not serve 2 masters. 2 യജമാനന്മാരെ നിങ്ങൾ സേവിക്കരുത് എന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല. He did not say you must not serve 2 masters. 2 യജമാനന്മാരെ സേവിക്കരുത് എന്ന് യേശു പറഞ്ഞില്ല. Jesus said you cannot serve 2 masters. 2 യജമാനന്മാരെ നിങ്ങൾക്ക് സേവിക്കാൻ കഴിയില്ല എന്നാണ് യേശു പറഞ്ഞത്. That means if you attempt, you will always fail. കർത്താവ് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാ, നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ പരാജയപ്പെടുക തന്നെ ചെയ്യും. Peter made a fine decision. ഏറ്റവും ഒടുവിൽ നല്ല ഒരു തീരുമാനം പത്രോസ് He എടുത്തു. said, I don't want this, I want Jesus. എനിക്ക് ഇതല്ല വേണ്ടത്, എനിക്ക് യേശുവിനെ മതി. That is why I said in the first encounter he made a very, very fine decision. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവുമായുള്ള ആദ്യത്തെ കാഴ്ചപ്പാടിൽ, അതേ കണ്ടുമുട്ടലിൽ അവൻ ഏറ്റവും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കി. Now we are talking about an important subject. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. This subject is very important to the modern day church. ഈ ആധുനിക കാലത്തെ സഭകൾക്ക് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണിത്. When all the time you hear only prosperity, സമൃദ്ധിയെ കുറിച്ച് മാത്രമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. and we try to attract people by promising prosperity. വലിയ സമൃദ്ധി ഇവിടെ വന്നാൽ ലഭിക്കും എന്ന ആളുകളോട് പറഞ്ഞിട്ട് അവരെ സഭകളിലേക്ക് ആകർഷിക്കുകയാണ് അതിന് പിന്നിലുള്ള And തന്ത്രം. many people get disappointed. വളരെയധികം ആളുകൾ നിരാശരാകുന്നുണ്ട്. And many people get sidetracked, and many people fall into sinful ways. പാപ വഴികളിലേക്ക് ചിലർ വീഴേണ്ടതായിട്ട് വരുന്നു. ചിലർ അതേ പ്രധാനപ്പെട്ടതല്ലാത്ത മേഖലകളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. The church is being misled. ഈ സഭ തെറ്റായ വഴിയിലൂടെ പോകുന്നു. And that is why I took this subject again today. ഇന്ന് അതെ ഒരു പ്രാവശ്യം ഈ വചനം ഞാൻ എടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. I heard a sermon of Dr. Ravi Zacharias. രവി സക്കറിയ എന്ന് പറയുന്ന ദൈവദാസന്റെ പ്രസംഗം ഞാൻ ഒരിക്കൽ കേട്ടു. In one of his sermons he quotes an incident like this. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ ഒരു ഉദാഹരണം ഇപ്രകാരമുണ്ട്. A very poor man was attending a gospel meeting. ഒരു പാവപ്പെട്ട മനുഷ്യൻ സുവിശേഷ യോഗത്തിൽ സംബന്ധിക്കുകയായിരുന്നു. And he heard the preacher telling, come to Jesus and pray, you will get everything, your poverty will be over, all that. നീ യേശുവിന്റെ അരികിൽ വന്നാൽ കർത്താവിനെ സ്വീകരിച്ച നിന്റെ ദാരിദ്ര്യമെല്ലാം മാറി സമൃദ്ധി വരും എന്ന് പ്രസംഗകൻ പറയുന്ന അദ്ദേഹം കേട്ടു. So at the end of the meeting he met the preacher. മീറ്റിംഗിന്റെ അവസാനം ഈ ദരിദ്രനായ ആള് പ്രസംഗകനെ പോയി കണ്ടു. Sir, I am very poor, can your Jesus help me? സാറേ, ഞാൻ വളരെ പാവപ്പെട്ടയാളാണ്, ഈ കർത്താവിനെ എനിക്ക് തരുമോ? He said, you go and pray, definitely God will take care of your poverty. ദൈവത്തോട് പ്രാർത്ഥിക്കുകയെ നിന്റെ ദാരിദ്ര്യമെല്ലാം ദൈവം എടുത്തു മാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. I don't know, this fellow went and prayed but nothing happened. അദ്ദേഹം പോയി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. Then he saw another gospel meeting. മറ്റൊരു മീറ്റിംഗിൽ അദ്ദേഹം സംബന്ധിച്ചു. And they were preaching the same thing. ഇതേ കാര്യം അവിടെയും പറയുന്നു. So he went to the preacher and asked, I met that preacher, he told me to pray, I have been praying for 1 week, nothing has happened. ആ പ്രസംഗന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതനുസരിച്ച് അതെ ഞാൻ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു, പക്ഷേ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല. But this preacher said, no, you only simply prayed, you must pray with the fasting.
ഈ ആള് പറഞ്ഞു വെറുതെ അല്ലേ പ്രാർത്ഥിച്ചത്, അതുപോരാ ഉപവസിച്ചു പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള This poor കാര്യങ്ങൾ. fellow fasted and prayed. ഈ പാവം പോയി ഉപവസിച്ചു പ്രാർത്ഥിച്ചു, Nothing happened. ഒന്നും സംഭവിച്ചു. Another gospel meeting, വേറൊരു സുവിശേഷ യോഗം, another preacher, വേറൊരു പ്രസംഗകൻ, the same question. അതേ ചോദ്യം. So the preacher asked, how many days you fasted? മൂന്നാമത്തെ ആള് ചോദിച്ചു, എത്ര ദിവസം പ്രാർത്ഥിച്ചായിരുന്നു? One day. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം. No. അതുപോരാ, 7 days you must fast. 7 ദിവസം പ്രാർത്ഥിക്കണം, Then only you will get. എങ്കിലേ കിട്ടുള്ളൂ, Then only God will be pleased. എങ്കിലേ ദൈവം പ്രസാദിക്കൂ. Then he fasted for 7 days, nothing happened. ഈ മനുഷ്യൻ 7 ദിവസം പ്രാർത്ഥിച്ചു, പക്ഷെ ഒന്നും And സംഭവിച്ചില്ല. he met another preacher and told the same story. വേറൊരു പ്രസംഗകനെ കണ്ടിട്ട് ഇതേ കാര്യം പറഞ്ഞു. Then he said, you see, look, Jesus fasted for 40 days. യേശു ഉപവസിച്ചത് 40 ദിവസമാ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? If only you can fast for 41 days, you will break the record. 41 ദിവസം പ്രാർത്ഥിക്കുന്ന പക്ഷം യേശുവിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാം. And God cannot but give you your request. അങ്ങനെ വന്നാൽ ദൈവത്തിന് നിന്നെ സഹായിക്കാതിരിക്കാൻ ഒരു കാര്യവും ഇല്ല, നിനക്ക് അനുഗ്രഹം കിട്ടും. And this fellow fasted for 41 days. 41 ദിവസം അദ്ദേഹം ഉപവസിച്ചു, Nothing happened. ഒന്നും സംഭവിച്ചില്ല. He was very frustrated. അദ്ദേഹം വളരെ നിരാശനായി. He says once he was walking along the road, അദ്ദേഹം റോഡിലൂടെ ഒരിക്കൽ നടക്കുമ്പോ he saw a big cathedral. ഒരു വലിയ കത്തീഡ്രൽ, വലിയ പള്ളി കണ്ടു. Because he has been fasting and praying, automatically his legs went inside the church. കഴിഞ്ഞ ദിവസമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കായിരുന്നല്ലോ, അതെ, താന് ആ പള്ളിക്കകത്തേക്ക് കടന്നുപോയി. He saw a lot of idols there. ധാരാളം വിഗ്രഹങ്ങൾ അവിടെ ഇരിക്കുന്നത് കണ്ടു. The saints, അതെ, വിശുദ്ധന്മാര്, and Mary's statue. മേരിയുടെ അതെ പ്രതിമ ഇരിപ്പുണ്ട്. He looked at all that. അവരെല്ലാം നോക്കി. Suddenly he had an idea. അദ്ദേഹം ഒരു ആശയം തോന്നി. He looked around, nobody was there. അവിടെ നോക്കിയിട്ട് ആരുമില്ല. He took Mary's statue and kept it and brought it home. മറിയയുടെ ഈ വിഗ്രഹം എടുത്ത് കക്ഷത്ത് വെച്ച് അദ്ദേഹം അവിടുന്ന് വേഗം പോയി വീട്ടിലേക്ക്. രാത്രിയിൽ he placed that statue on his bed. അദ്ദേഹം ആ വിഗ്രഹം അവിടെ തന്റെ കിടക്കയിൽ വെച്ചു and prayed to God. ദൈവത്തോട് പ്രാർത്ഥിച്ചു. If you want to see your mother again, answer my prayer. ദൈവത്തോട് പറഞ്ഞു, നിന്റെ അമ്മയെ ഇനി തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രാർത്ഥനയ്ക്കും മര്യാദയ്ക്കും മറുപടി തരണം. This is what Ravi Zacharias message. ഇത് രവി സക്കറിയ പറഞ്ഞ ഉദാഹരണമാണ്. How people are taught to twist the arms of God to get something. ദൈവം അതേ കാണിക്കുന്ന കരുണകൾ എന്തെങ്കിലുമൊക്കെ ഭൗതികം ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ തരംതാണ കാര്യത്തെ സംബന്ധിച്ച്. Nothing except telling you, manipulating God to give to you. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരത്തക്ക നിലയിൽ ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതാണ് ഇവരൊക്കെ ചെയ്യുന്നത്. People always ask the question, I have been asking why God is not giving. ഞാൻ ചോദിക്കുന്നു, എത്രയോ നാളായിട്ട് ചോദിക്കുന്നു, പക്ഷെ ദൈവം എനിക്ക് തരുന്നില്ല. What should I do so that God will be pleased to give to me? ദൈവം എനിക്ക് തരേണ്ടതിന് പ്രസാദിക്കാൻ ഞാൻ എന്താണ് വേണ്ടത്? In fact, all the gospel meetings are becoming a tuition class for manipulating God or twisting his arm to give you something. നിർഭാഗ്യവശാൽ ഇന്നത്തെ മിക്കവാറും സുവിശേഷ യോഗങ്ങൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയുള്ള ട്യൂഷൻ എടുക്കുന്ന ക്ലാസുകളായിട്ട് മാറിയിട്ടുണ്ട്. Do you think you should teach God to give? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരേണ്ടതിന് ദൈവത്തെ നിങ്ങൾ പഠിപ്പിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? Should we teach God to give? നിങ്ങൾക്ക് തരാനായിട്ട് ദൈവത്തെ പറഞ്ഞു കൊടുക്കണോ ആരെങ്കിലും? God gave his only begotten son. തന്റെ ഏകജാതനായ പുത്രനെ പോലും നമുക്ക് തന്നേച്ചിരിക്കുകയാണ് സ്വർഗ്ഗം. God gave the best to us. ഏറ്റവും നല്ലത് നമുക്ക് തന്നവനാണ് ദൈവം. There is no need to teach God to give. കൊടുക്കണമെന്ന് കർത്താവിനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. There is no reason why you should burn your midnight oil and go meeting after meeting, meet pastors after pastor, prophets after prophets to find out how you can manipulate God to give you. ഒരു മീറ്റിംഗിൽ നിന്ന് മറ്റൊരു മീറ്റിംഗിലേക്ക്, ഒരു പ്രസംഗനെടുത്തുനിന്ന് മറ്റൊരു പ്രസംഗനെടുക്കലേക്ക്, ഒരു പ്രവാചകനെ വിട്ട് മറ്റൊരാളുടെ അടുക്കലേക്ക് പോകുന്നതെല്ലാം എന്തിനു വേണ്ടിയാ? ദൈവത്തെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുപ്പിക്കുന്നതിന്. No, that should not be our aim. അതൊരിക്കലും നമ്മുടെ ലക്ഷ്യമായിക്കൂടാ. God has already given the best. ഏറ്റവും നല്ലത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. And he has promised to meet all your needs also. നിന്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തരാമെന്ന് കർത്താവ് വാക്കും പറഞ്ഞിട്ടുണ്ട്. You know, when a believer comes to the church, ഒരു വിശ്വാസ സഭയിലേക്ക് വരുമ്പോൾ, he may be an ordinarily normal believer, ഒരു സാധാരണ വിശ്വാസിയായിട്ട് വരുന്നു. but when he attends this sort of special meetings, ഇതുപോലുള്ള പ്രത്യേക യോഗങ്ങൾ സംബന്ധിച്ച് കഴിയുമ്പോൾ, you know, his greed only increases. അദ്ദേഹത്തിന്റെ അത്യാഗ്രഹമാണ് വർദ്ധിച്ചു വരുന്നത്. You know, he may not be thinking that I should get a bigger car, ഏറ്റവും നല്ലൊരു കാർ കിട്ടണമെന്ന് or I should ആഗ്രഹിച്ചില്ല, get a job with a fat salary, ഒരു വലിയ ശമ്പളമുള്ള ജോലി ലഭിക്കണമെന്ന് or I should ആഗ്രഹിച്ചില്ല, get a big house. ഒരു വലിയ വീടിന് വേണ്ടി ആഗ്രഹിച്ചില്ല. But some of these preachers will ask him,
എന്നാൽ ചില പ്രസംഗകര് ഒരാവശ്യമില്ലാതെ ഇവരോട് ചോദിക്കുകയാണ്, why you are living in this small house? എത്ര നാളായിട്ട് ഈ ചെറിയ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നു? Why you are riding in a Maruti 800, man? ഒരു മാരുതി 800 കുഞ്ഞു തീപ്പെട്ടി പോലുള്ള ഒരു കാറിനകത്ത് സഞ്ചരിക്കുന്നു. Our God is a great God. നമ്മുടെ ദൈവം വലിയ ദൈവമല്ലേ? Ask for a limousine. അതുകൊണ്ട് ലിമോസിന് വേണ്ടി പ്രാർത്ഥിക്കേ. God will give that. ദൈവം തരുമെന്നേ. You don't get it because you don't ask that. നീ ചോദിക്കാത്തത് കൊണ്ടാണ് ഇതുവരെ കിട്ടാതിരുന്നത്. People are made greedy. ചുരുക്കത്തിൽ ഈ പ്രസംഗകരാണ് ഇവരെ അത്യാഗ്രഹികളാക്കുന്നത്. Otherwise normal people. Once I saw a young man putting a t-shirt. ഒരു ടീഷർട്ട് ഇട്ടൊരു സാധാരണക്കാരൻ ചെറുപ്പക്കാരൻ ഞാൻ കണ്ടു. In the t-shirt there is a message. അതിനകത്തൊരു വാചകം എഴുതിയിട്ടുണ്ട്. I was born intelligent but schools made me fool. ഞാൻ ബുദ്ധിയുള്ളവനായിട്ടാണ് ജനിച്ചത്, പക്ഷേ സ്കൂളിൽ പോയത് കൊണ്ട് മണ്ടനായി. So most of the church believers can put a t-shirt like that. ഇതുപോലൊരു ടീഷർട്ട് മിക്കവാറും സഭകളിൽ പോകുന്നവർ ഇടണമെന്നാണ് എന്റെ അഭിപ്രായം. I was very content man, but the churches made me greedy. ഞാൻ പണ്ട് എല്ലാം തൃപ്തിപ്പെടുന്ന ഒരാളായിരുന്നു, പക്ഷേ സഭകളിൽ പോയി സുവിശേഷ യോഗം കേട്ടതോടുകൂടെ എനിക്ക് അത്യാഗ്രഹം കൂടി. Do you remember any time you attend a meeting and some evangelist said be content with what you have? നിങ്ങൾക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു പ്രസംഗകൻ പ്രസംഗിക്കുന്ന യോഗത്തെ നിങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടോ? How many times you heard that? അങ്ങനെയുള്ളത് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്? You say I got a salary, be content with that. കുറച്ച് ശമ്പളമേ ഉള്ളൂ, അതുകൊണ്ട് മതിയാക്ക്. Then most of the people will not attend this meeting again. അങ്ങനെയുള്ള യോഗം സംബന്ധിക്കാൻ ആരെയും കിട്ടൂല. But there was one person. എന്നാൽ ഒരു വ്യക്തിയുണ്ട്. That is John the Baptist. അത് യോഹന്നാൻ സ്നാപകനാണ്. He shouted in the wilderness, be content with what you have. മരുഭൂമിയിൽ അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിനക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. We need preachers like that today. അങ്ങനെയുള്ള പ്രസംഗകരെയാണ് ആധുനിക കാലത്തിന് ആവശ്യം. Paul preached like that. പൗലോസ് അങ്ങനെ പ്രസംഗിച്ചു. If you have enough to eat and clothe, be content with that. തിന്മാനും കുടിപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുക. Contentment is a godly virtue. അതെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്ന മനോഭാവം ദൈവം നൽകുന്ന ഒരു സ്വഭാവമാണ്. Spiritual quality. അത് ഒരു ആത്മീക സവിശേഷതയാണ്. Aspiring for more and more is not spiritual, it is covetousness. കൂടുതൽ കൂടുതൽ ഭൗതികം എനിക്ക് വേണം എന്ന് പറയുന്നത് ഒരിക്കലും ആത്മീകമല്ല, അത് അത്യാഗ്രഹമാണ്. That is where we have to be very careful. അവിടെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ പോകണം. Are we growing spiritually when we attend the church? Are we going down? നമ്മൾ സഭകളിൽ അതെ സംബന്ധിക്കുമ്പോൾ ആത്മീകമായി വളരുന്നോ അതോ താഴേക്ക് പോകുന്നു? Are we promoting God? Are we promoting mammon, money in the church? നാം പണത്തെയാണോ അതോ ദൈവത്തെയാണോ അതെ ഉയർത്തുന്നത്? To whom we get the attention of our believers, on God or on money? നമ്മുടെ വിശ്വാസികളുടെ ശ്രദ്ധ ഏതിലാണ് നിങ്ങൾ പിടിച്ചു നിർത്തുന്നത്? ദൈവത്തിലാണോ അതോ പണത്തിലാണോ? You know, we cannot but live without money. പണമില്ലാതെ ജീവിക്കാനാവില്ല എന്ന കാര്യം നമുക്കറിയാം. You know, Jesus said, I will be with you till the end of this world. യേശു ഒരു വാക്ക് പറഞ്ഞു, അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. Whether we believe it or not, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും we want one thing to be with us till the end of this world. ഈ ലോകത്തിന്റെ അവസാനത്തോളം കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. When you go out of the house, വീട്ടിൽ നിന്ന് വെളിയിൽ പോകുമ്പോൾ some people pray, Lord, come with us. ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഞങ്ങളുടെ കൂടെ വരണമേ. Because they know God has already promised, it's better to pray like that. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. But most of the people don't pray. എന്നാൽ പലരും പ്രാർത്ഥിക്കാറില്ല. But before they get out, വെളിയിലോട്ട് പോകുന്നതിന് മുമ്പ് they assure themselves that they carry their wallet. അവരുടെ പേഴ്സ് എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. I have also brought my wallet. ഞാനും എന്റെ പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. Whether God is with us or not, wallet is with us, money is with us all the time. ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചോ ഇല്ലയോ, അതിനേക്കാൾ അധികം പേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ആളുകൾ ആഗ്രഹിക്കുന്നു. The reason I am telling this, there are two things that will have to be with us till all our lifetime. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഞാനിത് പറയുന്നത്. God has volunteered to be with us all the time. ദൈവം എല്ലായ്പ്പോഴും സ്വന്തം മനസ്സോട് നമ്മുടെ കൂടെ ഉണ്ട്. He has promised to be with us. അവൻ നമ്മോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാം. But more than that, we assure that we have money with us all the time. നമ്മുടെ കയ്യിൽ പണം ഉണ്ട് എന്ന് ഇതിന് പുറമേ നമ്മൾ ഉറപ്പുവരുത്തും. Because you go out and you don't have money, you feel restless. കാരണം വെളിയിലേക്ക് പോകുമ്പോൾ പേഴ്സ് എടുക്കാൻ മറന്നുപോയാൽ പണം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും. What will happen?
എന്ത് സംഭവിക്കും? If I have to pay for some fine on the road, what will I do? എന്തെങ്കിലും ഒരു ഫൈൻ കൊടുക്കേണ്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും പെട്ടെന്ന്? So we feel restless till we come back home. അതുകൊണ്ട് തിരിച്ചു വീട്ടിലെത്തുന്നത് വരെ അത് അസ്വസ്ഥരായിരിക്കും. So we feel we assure ourselves that we carry money all the time. നമ്മുടെ കൈവശം പണമുണ്ട് എന്ന് ഉറപ്പുവരുത്തും നമ്മൾ. But that is in a way normal, because we cannot live without money. We have to buy things, we have to transact so many things with money only. അതിനകത്ത് അസാധാരണമായ ഒന്നുമില്ല. നമുക്ക് പണം ആവശ്യമാണ്. ജീവിക്കണമെങ്കിൽ, സാധനങ്ങൾ വാങ്ങണമെങ്കിൽ പണം വേണം. God has promised to be with us all the time. ദൈവം നമ്മോട് കൂടെ ഇരിക്കാമെന്ന് വാക്കു പറഞ്ഞിട്ടുണ്ട്. We see that we have money all the time. നമ്മുടെ കയ്യിൽ പണമുണ്ടെന്ന് നമുക്കും അറിയാം. The question is, ചോദ്യം ഇതാണ്, who is your master? ഇതിൽ ഏതാണ് നിങ്ങളുടെ യജമാനൻ? Who is your master? ആരാണ് ഇതിൽ നിങ്ങളുടെ യജമാനൻ? You know, how do you find whether money is your master or God is your master? പണമാണോ എന്റെ യജമാനൻ അതോ ദൈവമാണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? There is a simple test. വളരെ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. Suppose somebody buys a car. ഒരാൾ ഒരു കാർ വാങ്ങുന്നിരിക്കട്ടെ. A believer buys a car. ഒരു വിശ്വാസി ഒരു കാർ And വാങ്ങിക്കുന്നു. you ask him, "Oh, you have bought a nice car." അവനോട് പറയുന്നു, കൊള്ളാമല്ലോ, നല്ല കാറാണ്. Yes, because I got all my arrears back, so much thousands of rupees I got, so I bought a car. എനിക്ക് കിട്ടാനുണ്ടായിരുന്ന പണമെല്ലാം ലഭിച്ചു, അങ്ങനെ ഞാനൊരു നല്ല കാർ വാങ്ങിച്ചു. There's nothing wrong. അതിനകത്ത് തെറ്റില്ല. You need a car to travel, so you bought a car. നിനക്ക് സഞ്ചരിക്കാൻ ഒരു കാർ വേണം, ചെയ്തത് നല്ലായിരിക്കുന്നു. But whom did you ask before buying the car? എന്നാൽ ഈ കാർ വാങ്ങുന്നതിന് മുമ്പ് ആരോടാണ് നീ ചോദിച്ചത്? Did you ask God, or ദൈവത്തോട് did you ചോദിച്ചു. ask your bank account? അതെ, ദൈവത്തോട് ചോദിച്ചോ അതോ ബാങ്കിൽ അന്വേഷിച്ചോ? You confirmed that you have enough money, so you bought a car. കാർ വാങ്ങിക്കാൻ ആവശ്യത്തിന് പണമുണ്ട് എന്ന് ഉറപ്പ് വന്നപ്പോൾ കാർ വാങ്ങിച്ചു എന്നല്ലേ സംഭവിച്ചത്? Not buying a car is wrong. കാർ വാങ്ങുന്നതല്ല തെറ്റ്. But whom did you ask? ഈ കാർ വാങ്ങാനുള്ള പണത്തിന്റെ കാര്യം ആരോടാണ് ചോദിച്ചത്? You are offered 2 jobs. രണ്ട് ജോലി നിങ്ങൾക്ക് അതെ വെച്ചു And നീട്ടിയിരിക്കട്ടെ. you select one. അതിലൊരെണ്ണം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അവകാശം. And somebody asked, why did you select this job? ചിലർ ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ഈ ജോലി തിരഞ്ഞെടുത്തത്? Hey, it pays me so much, double what these fellows pay. ഇവിടെ തന്നതിനേക്കാൾ ഇരട്ടി എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്, I അതുകൊണ്ട് got lot of perks and allowances. വേറെ അലവൻസസ് ധാരാളം വരുന്നുണ്ട്. Financially, this is the best alternative. അതുകൊണ്ട് ഇതിൽ ഏറ്റവും മെച്ചപ്പെട്ടത് ഇതാണെന്ന് മനസ്സിലായി. There's nothing wrong in choosing a job like that. അങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുക്കുന്ന തെറ്റുണ്ടെന്നല്ല പറയുന്നത്. But whom did you ask? എന്നാൽ ഇത് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അതങ്ങനെ ചെയ്യട്ടെയോ എന്ന് ആരോടാണ് ചോദിച്ചത്? Did you ask God whether I can take the job? കർത്താവേ, Or you decided I got more money, so I'll take this job? കർത്താവേ, ഈ പുതിയ ജോലി ഞാൻ തിരഞ്ഞെടുക്കുന്ന നിനക്കിഷ്ടമാണോ അതോ കൂടുതൽ വരുമാനം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടെടുത്തതാണോ? Suppose you are asked to go for a mission. ഒരു ദൗത്യത്തിന് വേണ്ടി പോകുന്നിരിക്കട്ടെ, And then you don't go. നിങ്ങൾ പോയില്ല. People ask you why you didn't go. ആളുകൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് പോയില്ല? I didn't have money to go. പോകാൻ So പണമുണ്ടായിരുന്നില്ല. you asked your money balance whether I can go. നമ്മൾ നമ്മുടെ പേഴ്സിനോടാണ് ചോദിക്കുന്നത്, ഞാൻ ഈ ദൗത്യത്തിന് വേണ്ടി പോകട്ടെ എന്ന്. Money said I am empty, don't go. പേഴ്സ് പറഞ്ഞു, കയ്യിൽ കാശില്ല, അതുകൊണ്ട് പോകണ്ട. All the 101 decisions we make in our lives, നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന 101 തരം തീരുമാനങ്ങൾ ഇതുപോലെയാണ്. is it after you have asked God, or you have sort of consulted with your bank account and decided? നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടി വരുന്ന സമയത്ത് നിങ്ങളുടെ ദൈവത്തോടാണോ ചോദിക്കുന്നത് അതോ ബാങ്കിനോടാണോ ചോദിക്കുന്നത്? That is the question. അതാണ് ചോദ്യം. The simple answer people will say is, ആളുകൾ പറയുന്ന ലളിതമായ ഒരു മറുപടി, it's easy. Money will say, I have enough money, you can buy a car. എനിക്ക് ആവശ്യത്തിന് പണമുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഒരു കാർ വാങ്ങാം. But if you go on praying, God, can I buy a car? Can I buy a car? No answer at all. കർത്താവേ, ഞാനൊരു കാർ വാങ്ങിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഇവിടുന്ന് മറുപടി ഒന്നും കിട്ടില്ല. That is the answer most of the people will. പലരും ഇതാണ് മറുപടി ഈ ചോദ്യത്തിന് പറയുന്നത്. May be correct. ഒരു പക്ഷെ ശരിയാവാം. But I wanted to impress is, ഞാൻ അത് നിങ്ങളോട് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്, if you neglect asking God and go on deciding all your life issues based on your money, നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും ക്രമീകരിക്കുന്നതിന് ദൈവത്തോട് ചോദിക്കാതെ പണത്തിൽ നിങ്ങൾ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ, money is becoming your master. പതുക്കെ ഈ പണം, ഈ സമ്പത്ത് നമ്മുടെ യജമാനനാകും. Money decides, money tells, money makes you comfortable to buy thumbs, to do certain decisions or not to do certain acts. അവസാനം വന്ന് ദൈവം സീനിൽ നിന്ന് അപ്രത്യക്ഷമാകും. പണം തന്നെ തീരുമാനിക്കും നാം എന്ത് ചെയ്യണം, എന്ത് വാങ്ങണം, എങ്ങനെ ജീവിക്കണം. Who is the master? ആരാണ് നമ്മുടെ യജമാനൻ? The master is one from whom you take commands. നമ്മള് അതെ കൽപ്പന സ്വീകരിക്കുന്നത് എവിടുന്നോ അതാണ് നമ്മുടെ യജമാനൻ. A master is one to whom we owe allegiance and we obey whatever he says. നാം ആരെയാണോ അനുസരിക്കുന്നത്, ആര് പറയുന്നത് പോലെയാണോ ചെയ്യുന്നത്, അവനാണ് നമ്മുടെ യജമാനൻ. So if you ask on what
you make decisions in your life, നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനം ആരോട് ചോദിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആരുടെ കൽപ്പനയാണ്? most of us will find that we have been asking our bank account only. നമ്മൾ പലരുടെയും മറുപടി ഇങ്ങനെ ആയിരിക്കും, അത് ബാങ്കിൽ അന്വേഷിക്കും, പണമുണ്ടോ എങ്കിൽ അത് ചെയ്യും. That is how money becomes our master. അങ്ങനെയാണ് പണം നമ്മുടെ യജമാനനായി മാറുന്നത്. What every believer should know, ഓരോ വിശ്വാസിയും അറിയേണ്ട ഒരു കാര്യം, whether God answers or not, that is his problem. ദൈവം കേൾക്കുകയോ കേട്ട് മറുപടി തരാതിരിക്കുകയോ ചെയ്യുന്നത് അത് What കർത്താവിന്റെ are you കാര്യമാണ്. asking? പക്ഷേ ചോദിക്കേണ്ട Are ചുമതല you asking? നിങ്ങൾ ചോദിച്ചുവോ? Can you honestly say, I have waited and asked God, Lord, I need a car, I have money, can I go and buy? സത്യസന്ധമായി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ കാത്തിരുന്നു, കർത്താവേ ഞാൻ ഒരു കാർ വാങ്ങാൻ പോകട്ടെയോ? Every believer should make it his lifestyle to ask God before he does any act. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും ഈ ഒരു കാര്യം ഉറപ്പുവരുത്തി തന്നെ പോകണം, ദൈവത്തോട് ചോദിക്കണം. Whether you get an answer, that is God's problem. ദൈവം അതേ മറുപടി തന്നോ ഇല്ലയോ, അത് ദൈവത്തിന്റെ പ്രശ്നമാണ്. But are you asking? നിങ്ങൾ ചോദിച്ചുവോ? That is why I am saying it should be made our lifestyle. അത് നമ്മുടെ ജീവിത ശൈലിയാകണമെന്ന് പറയാനുള്ള കാരണം അതാണ്. In a book written by one of the famous, one of the great saints of God, Bhakta Singh in India. ഭക്ത സിംഗ് എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ, വിശുദ്ധനായ മനുഷ്യൻ, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ ഒന്നിൽ ഇങ്ങനെയുണ്ട്. Autobiography. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ He quotes an incident. അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. He asked one day, God, I am going for a haircut, can I go? ഒരു ദിവസം അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ മുടി വെട്ടിക്കാറായി, ഞാൻ മുടി വെട്ടിക്കാൻ പോകട്ടോ? How many of us would have asked like that? നമ്മളിൽ എത്ര പേര് ചോദിക്കും അങ്ങനെ? But Bhakta Singh asked. ഭക്ത സിംഗ് അങ്ങനെ ചോദിച്ചു. The funniest thing is God said, don't go today, go tomorrow. അതെ, അതിന്റെ രസകരമായ കാര്യം, ദൈവം മറുപടി കൊടുത്തതെന്നറിയാമോ? കുഞ്ഞെ മുടി വെട്ടിക്കണം, പക്ഷെ ഇന്ന് വേണ്ട, നാളെ പോയാ മതി. And he postponed his hair cutting. അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് ആക്കിയ പരിപാടി. He met a person there while waiting for his haircut. അടുത്ത ദിവസം അദ്ദേഹം അവിടെ ചെന്ന് മുടി വെട്ടുന്നതിന് വേണ്ടി ഇച്ചിരി താമസമുണ്ടായിരുന്നു, അവിടെ ഇരിക്കുകയാണ്. And that man was contemplating some serious action to end his life. അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് ആ ആള് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. He said, I met him in that barber shop. ആ ബാർബർ ഷോപ്പിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടതെന്ന് പറയുന്നു. And when I shared the good news to him, ഞാൻ സുവിശേഷം അദ്ദേഹത്തോട് പങ്കുവെച്ചു. today is one of his very famous colleagues working along with him. തന്നോടുകൂടെ അതേ സുവിശേഷ വേല ചെയ്യുന്ന ഒരാളായിട്ട് ആ ബാർബർ പിന്നീട് തീർന്നു. You know, it is just a normal lifestyle for some people to ask God, can I do this? Can I do that? ഭക്തന്മാരായ ആളുകളുടെ ജീവിത ശൈലിയായി മാറിയിരിക്കുന്നു ഇത്. കർത്താവേ ഞാൻ ഇത് ചെയ്യട്ടെയോ, ഞാൻ ഇങ്ങനെ ചെയ്യട്ടെയോ? Every time you do that, ഓരോ പ്രാവശ്യം നിങ്ങൾ അത് ചെയ്യുമെങ്കിൽ you remind money, you are not my master, he is my master. പണത്തോട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അധികാരത്തോടെ, പണമേ നീയല്ല എന്റെ യജമാനൻ, എന്റെ യജമാനൻ സ്വർഗ്ഗത്തിലെ ദൈവമാണ്. Otherwise we slowly money will become our master. അല്ലാതെ മറിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പതുക്കെ പതുക്കെ ഈ പണം നമ്മുടെ യജമാനന്റെ സ്ഥാനത്ത് വരും. The problem about money is, പണത്തിന്റെ പ്രശ്നം, it is always with us. അത് എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. We have to handle this. നമ്മളത് കൈകാര്യം ചെയ്യണം. That is why Jesus' favorite topic was money. അതുകൊണ്ടാണ് യേശു ഏറ്റവും അധികം പ്രസംഗിച്ചത് പണത്തെ കുറിച്ചാണ്. The greatest, the first topic of choice was the kingdom of God. ആദ്യത്തെ കാര്യം പറഞ്ഞത് ദൈവരാജ്യം അന്വേഷിക്കണം The എന്നുള്ളത്. second greatest subject that he talked about was money. പിന്നീട് ഏറ്റവും പ്രാധാന്യം കൊടുത്തത് സമ്പത്തിനെ Most കുറിച്ചാണ്. of the parables he used money യേശു to teach people. പറഞ്ഞതായ ഉപമകൾ മുഴുവൻ അതേ സമ്പത്തിനെ In the സംബന്ധിച്ചുള്ളതായിരുന്നു. New Testament alone there are 2000 references to money. പുതിയ നിയമത്തിൽ 2000ഓളം റെഫറൻസസ് ഇതിനെ സംബന്ധിച്ചുള്ള പണത്തെ That കുറിച്ച്. means God is trying to impress upon us how to handle with this money which is all the time with us. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം എപ്പോഴും കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഈ പണം എങ്ങനെ അത് ചെയ്യണമെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കാൻ ദൈവം ശ്രമിക്കുകയായിരുന്നു. If we have wrong ideas about money, പണത്തെ സംബന്ധിച്ച് തെറ്റായ ധാരണ നമുക്കുണ്ടെങ്കിൽ we will commit mistakes and slowly money will become our master. തീർച്ചയായും ഈ വല്ലാത്ത വഞ്ചനയിൽ പെട്ടുപോകും, സമ്പത്ത് നമ്മുടെ യജമാനനാകും. Even among believers, വിശ്വാസികളുടെ ഇടയിലും ചിലർ, there are a lot of myths about this money. പണത്തെ സംബന്ധിച്ച് ഒത്തിരി ധാരണകൾ വെച്ച് പുലർത്തുന്നുണ്ട്. You know, many believers honestly feel that if God loves them, he gives them money. അതെ, പല വിശ്വാസികളും ചിന്തിക്കുന്നത് ദൈവം എന്നിൽ പ്രസാദിച്ചാൽ ദൈവം എനിക്ക് പണം തരും എന്നാണ്. Prosperity is a sign of God's blessing. സമൃദ്ധി എന്ന് പറയുന്നത് ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണമായിട്ട് കാണുന്നു. And there are enough preachers to impress upon our minds that you are going in a very small car or a used car because of your sin of not asking God
for bigger things. നിന്റെ ജീവിതത്തിൽ പാപമുള്ളത് കൊണ്ട് തെറ്റുള്ളത് കൊണ്ടാണ് പഴഞ്ചൻ കാറിൽ അല്ലെങ്കിൽ ആ ചെറിയ കാറിൽ നീ ഇപ്പോഴും സഞ്ചരിക്കേണ്ടി വരുന്നത് എന്ന് നമ്മളെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താൻ പുതിയ സുവിശേഷകർ ഇറങ്ങിയിട്ടുണ്ട്. From whatever stage anybody preaches that doctrine, ഇത്തരത്തിലുള്ള ഉപദേശം ആര് എപ്പോൾ പ്രസംഗിക്കുന്നുവോ, whatever Hollywood style they preach this message, അവരെ ഏത് ഹോളിവുഡ് സ്റ്റൈലിൽ പ്രസംഗിച്ചാലും, even if the greatest preacher or the eloquent preacher preaches on this, നമുക്കറിയാവുന്ന ഏറ്റവും ഗംഭീരം പ്രസംഗകൻ ഇങ്ങനെ പറഞ്ഞാലും, it is wrong biblically. അത് വേദപുസ്തക അടിസ്ഥാനത്തിൽ തെറ്റാണ്. In the New Testament you can never prove that God, if God is pleased with somebody, he gives some money. പുതിയ നിയമം ശ്രദ്ധിച്ചു നോക്കുക. ദൈവം ആരെങ്കിലും പ്രസാദിക്കുമ്പോൾ ദൈവം അവർക്ക് പണം കൊടുക്കുമെന്ന് ഒരൊറ്റ വാക്യം പോലും പുതിയ നിയമത്തിലില്ല. In the first century, if there is one person whom God can depend upon and God called and God was working with him day and night, that was Paul. അപ്പോസ്തലനായ പൗലോസിനെ നോക്ക്. പുതിയ നിയമകാലത്ത് ദൈവം ഏറ്റവും അധികം ആശ്രയിച്ച, ദൈവം വിശ്വസിച്ച, ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിച്ച അനുഗ്രഹീതനായിരുന്നു പൗലോസ്. After working for the Lord for 40 years, 40 സംവത്സരം കർത്താവിന് വേണ്ടി സേവ ചെയ്തു. when he was almost at the fag end of his ministry, അദ്ദേഹം തന്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ what was Paul's material condition? അദ്ദേഹത്തിന്റെ മിച്ചം എന്നുണ്ടായിരുന്നു. The last epistle that he writes is the 2 Timothy. 2 തിമോഥെയോസ് ലേഖനമാണ് ഏറ്റവും ഒടുവിൽ എഴുതിയത്. The last chapter is the 4th chapter. അതിന്റെ അവസാന അധ്യായം 4ാം അധ്യായമാണ്. In the last few lines, അതിന്റെ ഏറ്റവും ഒടുവിലുള്ള വാക്യങ്ങളിൽ he says, I am ready to die. അദ്ദേഹം പറയുന്നു, ഞാൻ മരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. The sword of Nero is already on my neck. നീറോയുടെ വാള് എന്റെ കഴുത്തിന് മുകളിലുണ്ട്. I am ready to die. ഞാൻ മരിക്കാൻ തയ്യാറാണ്. But he asked Timothy one thing. തിമോഥെയോസിനോട് ഒരു കാര്യം ചോദിക്കുന്നു. I have left a small blanket, old blanket in Troas. ത്രോവാസിൽ ഞാൻ എന്റെ ഒരു പുതപ്പ് ഇട്ടാണ് പോകുന്നത്. Old blanket. ഒരു പഴയ പുതപ്പ്. Can you please bring it? നീ അത് എന്റെ അരികിൽ എത്തിക്കുമോ? Why is he asking that? അദ്ദേഹം ചോദിക്കുന്നത് കൊണ്ട്, He says winter is coming. തണുപ്പ് കാലം വരികയാണ്. I don't have a blanket. എനിക്ക് പുതയ്ക്കാൻ പുതപ്പില്ല. There is nobody to give me a blanket. അത് എനിക്ക് പുതപ്പ് തരാൻ ആരുമില്ല. I don't have money to buy a blanket. എന്റെ കയ്യിൽ പണവുമില്ല ഒരെണ്ണം വാങ്ങാൻ. Now only I remember I had a blanket which I left in Troas. ഇപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത്, എനിക്ക് ത്രോവാസിൽ എന്റെ പുതപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന്. Timothy, you said you are coming to see me. തിമോഥെയോസേ, നീ എന്നെ കാണാൻ വരുന്നുണ്ടല്ലോ. Can you please bring that blanket? ദയവായി ആ പുതപ്പ് അവിടുന്ന് എടുത്ത് എനിക്ക് കൊണ്ട് തരാമോ? After 40 years of earth shaking ministry, ഭൂമിയെ പിടിച്ചു കുലുക്കിയ ശക്തമായ 40 സംവത്സരത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം he didn't even have a blanket. ഒരു പുതപ്പ് പോലും സ്വന്തമായിട്ടില്ലാത്ത അനുഗ്രഹീതനായിരുന്നു പൗലോസ്. Years back when I read this passage, ഞാൻ ഈ ഭാഗം വർഷങ്ങൾക്ക് മുമ്പ് വായിക്കുമ്പോൾ I asked God, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, Lord, let not our young people read this. കർത്താവേ, ഞങ്ങളുടെ യൗവനക്കാരും ഇത് വായിക്കാതിരിക്കട്ടെ. We find it great difficult to push them into ministry. കാരണം ഇപ്പോ ചിലരെയൊക്കെ ശുശ്രൂഷയൊന്ന് എങ്ങനെങ്കിലും തള്ളി ഇറക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുക. And when students come out of Bible college, ബൈബിൾ കോളേജിൽ നിന്ന് കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ they always look where they will give maximum money. എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്തോത്രകാഴ്ച കിട്ടുന്നത്? Which church there are elite people? ഏത് ഏറ്റവും അധികം പണക്കാരുള്ള സഭ ഏതാണ്? When I can go into a developed country? ഒരു സമ്പന്ന രാജ്യത്തിലേക്ക് എപ്പോഴാണ് പറക്കാൻ പറ്റുക? This is all what young people are looking at. മിക്കവാറും ചെറുപ്പക്കാർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഇതാണ്. They think they got a degree from Bible college. ബൈബിൾ കോളേജിൽ നിന്ന് ഒരു ഡിഗ്രി എടുത്തു. And that is a way to earn money. ഏറ്റവും അധികം പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗം അതാണ്. When Jesus got a certificate from heaven, എന്നാൽ സ്വർഗ്ഗത്തിൽ നിന്ന് യേശുവിന് ലഭിച്ച സർട്ടിഫിക്കറ്റ്, this is my beloved son. Yeah. This is my beloved son in whom I am pleased. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. And God anointed him with the Holy Spirit and with this certificate. ആമേൻ. പിതാവ് യേശുവിനെ തന്റെ ആത്മാവിനാലും ഈ സർട്ടിഫിക്കറ്റും കൊടുത്ത് അനുഗ്രഹിച്ചപ്പോൾ Where did Jesus go? യേശു എവിടേക്കാണ് പോയത്? Into the wilderness. മരുഭൂമിയിലേക്ക്. Into the wilderness. Straight into the wilderness. മരുഭൂമിയിലേക്ക്. To encounter with the devil. പിശാചുമായി കണ്ടുമുട്ടുന്നതിന്. But today's modern people, they think they got a degree and it is means for them to earn. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു ഭാഗ്യവശാൽ ചെറുപ്പക്കാരെ ഡിഗ്രി കിട്ടി കഴിയുമ്പോൾ നോക്കുന്നത് പണം എവിടെ കൂടുതൽ കിട്ടും. So I was asking the Lord, ഞാൻ ദൈവത്തോട് ചോദിച്ചു, if our young people see this, ഞങ്ങളുടെ യൗവനക്കാർ ഇത് കണ്ടാൽ they will think Paul worked for 40 years and God did not even give him a blanket. 40 സംവത്സരം പൗലോസ് കഷ്ടപ്പെട്ട് ശുശ്രൂഷ ചെയ്ത അവസാനം വന്നപ്പം ദൈവം തനിക്കൊരു പുതപ്പ് പോലും It will കൊടുക്കാതിരുന്നു. not be an incentive for people to go for God's work.
കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ആകർഷണം അതിനകത്തില്ല. How many God servants say like this? കർത്താവിന്റെ വേലക്കാരിൽ എത്ര പേര് ഇങ്ങനെ പറയും? Oh, 5 years I have been working. 5 വർഷം ഞാൻ പ്രവർത്തിച്ചു. I did not have a chance to go to Gulf. ഗൾഫിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയില്ല. 10 years I have been working. 10 വർഷം I could പ്രവർത്തിക്കുന്നു. not buy a house. ഒരു വീട് ഇതുവരെ ഇല്ല. This is all the complaints. ഇതൊക്കെയാണ് പരാതികൾ. 40 years Paul has worked for the Lord. പൗലോസ് കർത്താവിന് വേണ്ടി അധ്വാനിച്ച 40 സംവത്സരമാണ്. He didn't even have a blanket. പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും അവസാനം ഉണ്ടായിരുന്നില്ല. So according to modern day preaching, God hated Paul. ഈ ആധുനിക കാലഘട്ടത്തിലെ പ്രസംഗകരുടെ കാഴ്ചപ്പാട് വെച്ച് നോക്കിയാൽ പൗലോസിനോട് ദൈവത്തിന് വെറുപ്പായിരുന്നു. Or at that time God must have been very poor. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം സംഭവിച്ചത് ഒരു പുതപ്പ് പോലും കൊടുക്കാൻ കഴിയാതെ വണ്ണം ദൈവം അത്രയ്ക്ക് പാപ്പരായിരുന്നു. These are the only two possibilities. അവരെ നോക്കിയാൽ ആകെ കാണാവുന്ന രണ്ട് ന്യായം ഇത് മാത്രമാണ്. Based on the contemporary preaching that God gives material wealth to people whom we love, we can come only to these two conclusions. കർത്താവിന്റെ അരികിലേക്ക് വരുന്നവർക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി കൊടുക്കും എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ അത് എത്തിച്ചേരാവുന്ന ഉപസംഹാരങ്ങൾ ഇത് രണ്ടുമാണ്. Either God did not love Paul, ഒന്നുകിൽ പൗലോസിനെ ദൈവം സ്നേഹിച്ചു, or God was very poor in the first century. അല്ലെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിൽ ഇത്രയും പൈസയൊന്നും കർത്താവിന് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സഹായിക്കാൻ പറ്റില്ല. Do you agree with any of these things? ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യവും നിങ്ങൾ സമ്മതിക്കുമോ? Look at the first century apostles. ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരെ ശ്രദ്ധിക്കുക. You never see prosperity being talked about. അവർ ഒരിക്കൽ പോലും സമൃദ്ധിയെ സംബന്ധിച്ച് പ്രസംഗിച്ചിട്ടില്ല. You read the letters of St. Paul. പൗലോസിന്റെ കത്തുകൾ വായിക്കുക. At no time to no church Paul writes, I will pray for your material prosperity. നിങ്ങളുടെ ഭൗതിക നന്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ഒരു വ്യക്തിയോടോ ഒരു സഭയോടോ പൗലോസ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. He never promised God will give you money or dollars or dinars. ദൈവം നിങ്ങൾക്ക് ദിനാർ തരും, ദൈവം നിങ്ങൾക്ക് പണം തരുമെന്ന് ആരോടും പൗലോസ് പറഞ്ഞില്ല. Paul talked about riches of God. ദൈവത്തിന്റെ അതേ സമൃദ്ധിയെ സംബന്ധിച്ച് ധനത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. No, he talked about the riches. But not only the riches of his grace, riches of his mercy, riches of his understanding, riches of his knowledge. These are the riches of God that Paul recommended to his church members. അപ്പോസ്തലനായ പൗലോസ് അത് തീർച്ചയായും ധനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ഭൗതിക ധനമല്ല, ദൈവത്തിന്റെ കൃപയുടെ ധനം, അവന്റെ അത്യന്ത ധനം, അവന്റെ പരിജ്ഞാനത്തിന്റെ ധനം, ഇതൊക്കെയാണ് പൗലോസ് പറഞ്ഞത്. He encouraged people, his believers, to draw from the riches of God's grace, riches of God's mercy and riches of God's knowledge. ദൈവത്തിന്റെ കൃപാധനം, അവന്റെ പരിജ്ഞാനത്തിന്റെ ധനം, ഇതെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിന് ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു പൗലോസ്. Never once has encouraged people to get material prosperity. ഭൗതികമായ നന്മയോ സമ്പത്തോ ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവത്തിന്റെ അരികിൽ വരാൻ ഒരിക്കൽ പോലും പൗലോസ് പഠിപ്പിച്ചില്ല. So the first myth that whomsoever God loves he gives them material prosperity is not Bible based. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നത് ഭൗതിക സമ്പത്താണ് എന്ന കാര്യം ഒരിക്കലും വേദപുസ്തക അധിഷ്ഠിതമല്ല എന്ന കാര്യം അറിയുക. But at this juncture I want to tell you something. അതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ പറയണം. People will think Paul already knows that he is going to die. ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നത് പൗലോസിന് പൈസ ഇല്ലായിരുന്നു, ശരിയാണ്, പക്ഷേ അദ്ദേഹം മരിക്കാൻ തുടങ്ങുകയാണെന്നുള്ള കാര്യം പൗലോസ് നന്നായിട്ട് അറിയാം. He was very sure. അദ്ദേഹത്തിന് തീർച്ചയായിരുന്നു, He was ready for that. അതിനുവേണ്ടി ഒരുക്കവുമായിരുന്നു. Then why does he need a blanket? പിന്നെ ഒരു പുതപ്പന്തന, ചാകാൻ പോകുന്നതിന് പുതപ്പന്തന. Suppose one fellow comes into a pharmacy. ഒരു ഫാർമസിയിലേക്ക് ഒരു ആൾ വന്നെന്നിരിക്കട്ടെ. You have gone there to buy some medicines. മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത്. There is a big crowd there. അവിടെ ഒരു വലിയ ആൾക്കൂട്ടമുണ്ട്. One fellow pushes everybody and said, give me aspirin. ഒരാൾ ബാക്കിയുള്ളവരെ എല്ലാവരെയും തള്ളി മാറ്റിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് കയറിയിട്ട് പറഞ്ഞു, ആസ്പിരിൻ താ വേഗം. Everybody is wondering, what is the urgency, man? എല്ലാരും ചോദിക്കുന്നു, എന്താ ഇത്ര ധൃതി? You know, I have decided to lay down on the track and kill myself. The train is coming. ഈ ആള് പറയാണ്, പിന്നെ എനിക്ക് ഇച്ചിരി അത്യാവശ്യമുണ്ട്, കാരണം അടുത്ത് വരുന്ന ട്രെയിനിന്റെ കീഴിൽ തല വെച്ച് മരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. But I have a headache. എനിക്കിപ്പോ ഒരു തലവേദനയുണ്ട്, അതിനാണ് take an aspirin and go on like that. ഒരു ആസ്പിരിൻ പെട്ടെന്നതാ. How do you feel that? നിങ്ങൾ അവനെ കണ്ടാൽ എന്തോ പറയും? Paul says, I am ready to die. പൗലോസ് പറയുന്നു, ഞാൻ മരിക്കാൻ തയ്യാറായിരിക്കുന്നു. But to Timothy he says, can you bring the blanket please? പൗലോസിനോട് അതെ തിമോത്തിയോസിനോട് പറയുന്നു, നീ ആ പുതപ്പ് എനിക്ക് കൊണ്ടുതരണം. The reason is very simple. അതിന്റെ കാരണം വളരെ ലളിതമാണ്. Paul knows he will die.
അദ്ദേഹത്തിന്റെ മരണം അടുത്തു എന്ന് അദ്ദേഹത്തിന് But he അറിയാം. may not know the exact date. That depends upon Nero's fancy. എന്നാൽ അതിന്റെ കൃത്യസമയം അറിയില്ല, നീറോ തീരുമാനിക്കുന്നത് പോലെ. But he knows winter is coming. എന്നാൽ അതെ തണുപ്പ് കാലം വരുന്നു എന്നറിയാം. He tells Timothy, before winter comes, you bring the blanket. തിമോത്തിയോസിനോട് പറയുന്നു, ഈ ശീതകാലം വരുന്നതിന് മുമ്പ് ആ പുതപ്പ് എനിക്ക് എടുത്തുകൊണ്ട് തരണം. Because if Nero postpones his killing, അതെ, അതിന്റെ കാരണം അഥവാ ഇനി നീറോയ്ക്ക് മനസ്സ് മാറി കുറച്ചാൾ കഴിഞ്ഞിട്ടേ പൗലോസിനെ കൊല്ലുന്നുള്ളൂ Nero എന്നിരിക്കട്ടെ. takes a vacation and says, after the winter I will kill him. ഞാൻ ഇപ്പോൾ വെക്കേഷന് പോകുകയാണ്, വിന്റർ കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ കൊല്ലാം എന്ന് നീറോ തീരുമാനിച്ചാലോ The king can do anything. എന്ത് വേണമെങ്കിലും ചെയ്യാം. But Paul thought, I may die of pneumonia. പൗലോസ് എനിക്ക് നിമോണിയ വന്ന് മരിക്കും എന്ന് ചിന്തിച്ചുവോ? He says, I don't want to die of pneumonia. എനിക്ക് നിമോണിയ വന്ന് മരിക്കണ്ട. I want Nero's sword to fall on my neck. നീറോയുടെ വാൾ വീഴട്ടെ എന്റെ കഴുത്തിൽ. He not only choose life, he also choose how to die. അവൻ താൻ ജീവിതം തിരഞ്ഞെടുത്തു. അത് മാത്രമല്ല എങ്ങനെ മരിക്കണമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. Just imagine Paul, after all this ministry, had a pneumonia, admitted in CCU and died. It will be anticlimax. ഏറ്റവും അതെ, ഈ 40 സംവത്സരം കർത്താവിന്റെ വേല ചെയ്തു, അവസാനം നിമോണിയ വന്ന ഏതെങ്കിലും ആശുപത്രിയിൽ കിടന്ന് മരിച്ചു എന്നിരിക്കട്ടെ, അത് അത്ര ഭംഗിയുള്ള ഒരു കാര്യമായിരിക്കില്ല. He opted for a death fitting to be for a martyr. ആമേൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷിയായി മാറുന്നതിന് ഇങ്ങനെയുള്ള തീരുമാനം അവനെ സഹായിക്കും. He said, I want that death only. ആ മരണമാണ് എനിക്ക് വേണ്ടത്. That is what we read in the 2 Timothy. അതാണ് 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. So many people aspire for life, but he said, I want this sort of death for me. അനേകരെ എങ്ങനെയെങ്കിലും മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം, ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പൗലോസിന്റെ ചിന്താധാര ഇങ്ങനെയാണ്. Such a saintly man. ഈ ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ. Where does that prosperity theology come here? അങ്ങനെയെങ്കിൽ ഇന്ന് കടന്നുകൂടിയിരിക്കുന്ന ഈ സമൃദ്ധിയുടെ സുവിശേഷം എവിടെ നിന്ന് വന്നു? So people may ask this question. ഈ ആളുകൾ ഇങ്ങനെ ചോദ്യം ചോദിക്കാം. If God does not give material prosperity to the people whom he loves, ദൈവം താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് ഭൗതിക നന്മകൾ കൊടുക്കുന്നില്ലെങ്കിൽ what else he will give? പിന്നെന്താണ് കൊടുക്കുന്നത്? Does he give anything? വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? Is there anything that we can get because we serve him, we love him, we follow him? അവനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിന് എന്തെങ്കിലും നമുക്ക് ലഭിക്കുമോ? Yes. കിട്ടും. To those whom he loves, he gives responsibilities. താൻ സ്നേഹിക്കുന്നവർക്ക് ചുമതലകൾ കൊടുക്കുന്നു, ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുന്നു. He entrusts work in their hands. He entrusts ministry in their hands. കർത്താവ് അവരുടെ കൈവശം അതേ വിശ്വസിച്ചു കൊടുക്കുന്നത് ശുശ്രൂഷയാണ്. He believes, has faith on them, and he entrusts his great ministry in their hands. തന്നിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് കർത്താവ് തന്റെ ചുമതലകൾ മാറുകയാണ്. When God loved Moses, ദൈവം മോശയെ സ്നേഹിച്ചപ്പോൾ he did not say, Moses, already you have spent 40 years in the wilderness. മോശയെ നീ ഇപ്പോ തന്നെ 40 സംവത്സരം മരുഭൂമിയിൽ ആടിന്റെ പുറകെ കളഞ്ഞു. That's enough. Now you go back and become a king there in ഇപ്പോ Egypt. നീ തിരിച്ച് പോയി ഈജിപ്തിൽ ഒരു രാജാവായിരിക്കുക. Now that's how I want to bless you. അങ്ങനെയാണ് നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നത്. You know what God said? ദൈവം എന്താ പറഞ്ഞതറിയാമോ? I love you, Moses. മോശയെ ഞാൻ നിന്നെ So സ്നേഹിക്കുന്നുണ്ട്. I am giving you a responsibility. പക്ഷേ ഒരു ചുമതല ഞാൻ നിനക്ക് You തരുന്നു. go and stand in front of that emperor ആ വലിയ ചക്രവർത്തിയുടെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ and ask people to and ask him to send out all the Israelites out of his country. ഇസ്രായേൽ മക്കളെ മുഴുവനായിട്ട് തന്റെ രാജ്യത്തുനിന്ന് വെളിയിൽ തരാനായിട്ട് പറയണം. One vagabond Moses, അതെ, മോശയുടെ ചിന്തയിൽ ഒരു കാര്യം വന്നു. who had a criminal case in Egypt. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് അവിടെ ചാർജ് ആയിട്ടുണ്ട് ഈജിപ്തിൽ. At any time he may be caught and put in prison or punished. എപ്പോൾ വേണമെങ്കിലും പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മോശയെ അവിടെ ജയിലിലിടാം. He had a case in him. He killed a man and ran away. അവിടെയുള്ള ഒരു മനുഷ്യനെ കൊന്നിട്ടാണ് ഇവിടുന്ന് ഓടിപ്പോന്നത്. God കേസ് says അവിടെ you ഉണ്ട്. go back and stand before the king. അങ്ങനെ ഒരു അതെ രാജാവിന് മുമ്പിൽ പോയി നിൽക്കുമ്പോ Not for any of your personal blessings. ഏതെങ്കിലും ഭൗതികമായ വ്യക്തിപരമായ അനുഗ്രഹത്തിനല്ല. I have got a job to be done there. അവിടെ ഒരു ജോലി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. I have to get my people out. എന്റെ ജനത്തെ അവിടുന്ന് കൊണ്ടുവരണം. Almost 10 lakhs of people I have to get out. 10 ലക്ഷത്തിലധികം ആളുകളെ കൊണ്ടുവരണം. That is job number 1. അതാണ് എനിക്ക് തന്ന ഒന്നാമത്തെ ജോലി. There is another job. മറ്റൊരു ജോലിയുണ്ട്. You read
in Exodus 12:12, പുറപ്പാട് 12 നാം വായിക്കുന്നു, God says, I have one more job there. ഒരു കാര്യം കൂടെ നീ അവിടെ ചെയ്യണം. Not only getting my people out of Egypt, എന്റെ ജനത്തെ അവിടെ നിന്ന് കൊണ്ടുവരിക മാത്രമല്ല, I want to bring judgment upon all the gods of Egypt. അവിടെയുള്ള ദേവന്മാരെ, ഈ മിസ്രൈമിലെ ദേവന്മാരുടെ മേൽ എനിക്ക് ന്യായവിധി അയക്കുക വേണം. And every plague that came on Egypt, we were discussing today, it was all a judgment against the gods of Egypt. ഇന്ന് പകല് ഞങ്ങളത് ഡിസ്കസ് ചെയ്യുണ്ടായി. അവിടെ നടന്ന എല്ലാ ബാധകളും ആ ഈജിപ്തിലുള്ള ദേവന്മാരുടെ മേൽ ദൈവം അയച്ച ന്യായവിധി കൂടെയായിരുന്നു. Pastor has written a nice book about that. പാസ്റ്റർ ഒരു പുസ്തകം അതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. Available for sale also. You buy and read that. അത് എന്തുകൊണ്ട് വായിക്കുന്നു എന്ന് ചോദിക്കാം. No, you buy and read that. നിങ്ങളത് വാങ്ങിച്ചു വായിക്കണമെന്ന്. You will see this information more there. യോഗം കഴിഞ്ഞിട്ട് വന്ന് അന്വേഷിക്കുക. What I am telling is, God entrusted a great responsibility. ദൈവം ഒരു വലിയ ചുമതലയാണ് മോശയെ ഏൽപ്പിച്ചത്. Bringing 10 lakhs people out of Egypt. 10 ലക്ഷം ആളുകളെ ഈജിപ്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരിക. And there is a fight between gods there. അവിടെ Fight between gods. അതെ, അവിടെ ദേവന്മാര് തമ്മിൽ ഭയങ്കര അടിയാണ്. God is fighting with other gods. ദൈവം മറ്റ് ദൈവങ്ങളോട് ബഹളം ഉണ്ടാക്കുകയാണ്. And for that God sends Moses. അവിടേക്കാണ് ദൈവം മോശയെ അയക്കുന്നത്. What a great responsibility. എന്തൊരു വലിയ ചുമതലയാണത്. Did God love Moses? ദൈവം മോശയെ സ്നേഹിക്കുന്നെങ്കിൽ Is this way God treats Moses? മോശയോട് ഇങ്ങനെയാണോ ഇടപെടേണ്ടത്? Giving him big responsibilities ഒരു വലിയ ചുമതല കൊടുത്തിട്ട് and not allowing him to prosper materially. ഭൗതികമായുള്ള നന്മകളൊന്നും പ്രാപിക്കാനല്ല. So never, from Old Testament to New Testament. Old Testament, sometimes we see God prospering them, giving them all material benefits. But at least in the New Testament, God has lot of riches to give to his people, and God's intention is, the more he loves the people, the more he has faith on the people, the more he entrusts responsibilities to them. പഴയ നിയമത്തിൽ ചില മേഖലകളിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം ഓരോ ഭൗതിക നന്മകൾ കൊടുത്തു എന്ന്. പക്ഷേ അതേ നവീകരിക്കപ്പെട്ട പുതിയ നിയമത്തിൽ നോക്ക്, അങ്ങനെ ഒരു പരിപാടിയെ ദൈവം ചെയ്യുന്നില്ല. ദൈവം ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് പണമല്ല കൊടുക്കുന്നത്, പകരം അവർക്ക് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. That is number one myth about money. അത് പണത്തെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ മിത്താണ്. The number second myth about money is, പണത്തെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ മനുഷ്യന്റെ ധാരണ, people think money has nothing to do with salvation. രക്ഷയോടുള്ള ബന്ധത്തിൽ പണത്തിന് ഒന്നും ചെയ്യാനാവില്ല എന്നവർ വിചാരിക്കുന്നു. Money is not a matter to be discussed in salvation. രക്ഷയോടുള്ള ബന്ധത്തിൽ പണം ഒരു ഡിസ്കസ് ചെയ്യപ്പെട്ട വിഷയമേ അല്ല. In gospel meetings, when we talk about repentance and getting baptized, coming to the Lord, we never talk about money. സുവിശേഷ യോഗത്തിൽ സാമാന്യമായിട്ട് നമ്മൾ കേൾക്കുന്ന രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം, സ്നാനപ്പെടുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ സമ്പത്തിനെ സംബന്ധിച്ചോ പണത്തെ സംബന്ധിച്ചോ പ്രസംഗമില്ല. But when people came to John the Baptist, എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ അടുക്കിലേക്ക് ആളുകൾ ഓടിയെത്തിയപ്പോൾ they came with repentance. അവര് മാനസാന്തരത്തോടെയാണ് വന്നത്. And then they asked, what should we do? അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? This John the Baptist said, if you have 2 dresses, give one to the poor. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, നിങ്ങൾ 2 വസ്ത്രമുള്ളവൻ അതിൽ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ. If you are working, be content with the salary that you get. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കിട്ടുന്ന ശമ്പളം മതി എന്ന് വയ്പ്പീൻ. To the tax collectors he said, don't collect 1 paisa more than what is required. നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ 1 പൈസ പോലും അധികം വാങ്ങരുത് എന്ന് നികുതി പിരിക്കുന്നവരോട് പറഞ്ഞു. So when people asked, what should we do for repenting and remission of sins, മാനസാന്തരപ്പെടുന്നതിന് പാപമോചനത്തിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ആളുകൾ ചോദിച്ചത്. John was all giving material needs that they should fulfill for their salvation. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഉള്ള കാര്യങ്ങളും കൂടെ ക്രമീകരിക്കണമെന്ന് യോഹന്നാന്റെ വാക്കുകളിൽ തെളിയുന്നു. You may think John is a very cranky prophet. ഈ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ ഒരു എന്താ പറയാ പിശുക്കനായ പ്രസംഗകനാണ് എന്ന് നമുക്ക് തോന്നാം. But you know what Jesus did? യേശു എന്താ ചെയ്തെന്നറിയാമോ? He went to Zacchaeus' house. സക്കായിയുടെ വീട്ടിലേക്ക് പോയി, just for a dinner. ഒരു ഡിന്നറിന് വേണ്ടി. And now when Zacchaeus was in close contact with Jesus, സക്കായി യേശുവിനെ അടുത്ത് കണ്ട് പരിചയപ്പെട്ടു വരികയാണ്. he said, I have cheated people. അദ്ദേഹം നേരിട്ട് പറയുന്നു, ആരും ചോദിക്കാതെ ഞാൻ ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട്. So I sell my property and give to the poor. Half of it I give to the poor. അതുകൊണ്ട് ഞാൻ എന്റെ സമ്പത്ത് മുഴുവൻ വിറ്റിട്ട് പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം. From whomsoever I have looted money, I will give 4 times. ഞാൻ ചതിവായിട്ട് വാങ്ങിയിട്ടുള്ളത് 4 മടങ്ങ് തിരിച്ചു കൊടുക്കും. Jesus didn't say these are not the things needed for salvation. രക്ഷയ്ക്ക് കുഞ്ഞെ ഇതൊന്നും അല്ല ആവശ്യം എന്ന് യേശു എന്നെങ്കിലും പറഞ്ഞു അവനോട്. Jesus said, today the salvation has come to your house. ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്നായിരുന്നു യേശു പറഞ്ഞത്. Today salvation has come to this house.
സക്കായി പറഞ്ഞത് കേട്ട ഉടനെ യേശു പറഞ്ഞതാ, ഇന്ന് ഈ വീടിന് രക്ഷ What വന്നു. did Zacchaeus do? സക്കായി എന്താ ചെയ്തത്? He only regularized his financial irregularities. അദ്ദേഹം തന്റെ സാമ്പത്തിക ക്രമക്കേടുകളെ ക്രമീകരിക്കുക മാത്രമാണ് And ചെയ്തത്. what did Jesus say? യേശു എന്താ പറഞ്ഞത്? Salvation has come to this house. കർത്താവ് പറയുന്നു, രക്ഷ ഇന്ന് ഈ വീട്ടിന് വന്നിരിക്കുന്നു. Because if a person has to be saved, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടണമെങ്കിൽ he must be saved in his mind. അവൻ തന്റെ മനസ്സിലാണ് ഇതിന് തീരുമാനമെടുക്കേണ്ടത്. That's where he has to take a decision. അവൻ ഒരു തീരുമാനമെടുക്കേണ്ടത് And he has to decide in his heart. ഹൃദയത്തിൽ ചിന്തിക്കണം, Follow Jesus. യേശുവിനെ And the അനുഗമിക്കുക. third place where he has to change, മൂന്നാമത്തെ മേഖല താൻ വ്യത്യാസപ്പെടേണ്ടത് പേഴ്സിലാണ്. this purse also has to be saved. പേഴ്സും മാനസാന്തരപ്പെടേണ്ടതുണ്ട്. And of all the three, this is the tough. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും മനസാന്തരപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സാധനം പേഴ്സാണ്, പണമാണ്. But if this is done, എന്നാൽ ഇത് ശരിയായാൽ that means the other two has already been done. ബാക്കി രണ്ട് കാര്യം എപ്പോഴേ ശരിയായി. That is why when Zacchaeus told, my purse is getting saved, അതുകൊണ്ടാണ് പത്രോസ് സക്കായി പറഞ്ഞത്, എന്റെ പേഴ്സ് മാനസാന്തരപ്പെട്ടുവെന്ന്. Jesus said salvation full, complete. യേശു പറഞ്ഞു, ഇതാ രക്ഷ പൂർണ്ണമായി ഈ വീട്ടിൽ വന്നിരിക്കുന്നു. That is the importance that God gave to our money dealings, even in context of salvation. രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മുടെ പണത്തിന്റെ കൈകാര്യം ചെയ്യലിന് ഉള്ള പ്രാധാന്യം ഇത്ര മാത്രമാണ് എന്ന കാര്യം